ഇന്ത്യയാണ് നമ്മുടെ സ്വന്തം രാജ്യം പോലും ഇസ്രായേലിന് പലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ കുറച്ചു മുന്നേ കണ്ട വീഡിയോയിൽ മിസൈലിന്റെ ബാക്ക് സൈഡിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിരിക്കുന്ന ആ പ്രൊപ്പലന്റ് പോർഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അദാനി എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി ഇസ്രായേലിലേക്ക് ഒരു സ്മോൾ കൺസൈൻമെന്റ് അയച്ചതായിട്ട് എഗ്രി ചെയ്യുന്നുണ്ട്. റെഡ് സീയില് ഹൂത്തീസിന്റെ അറ്റാക്ക് നടന്നിരുന്നതുകൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റ് കവർ ചെയ്തിട്ടാണ് ഇസ്രായേലിലോട്ട് ചെന്നൈയിൽ നിന്നും ഈ ഷിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇസ്രായേലിലെ ഹൈഫ പോർട്ട് എന്ന് പറയുന്നത് അദാനി പോർട്ട് ഹോൾഡിംഗ്സിനും ഏതാണ്ട് 50% ഓണർഷിപ്പ് ഉള്ള ഒരു പോർട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇതുവരെ പലസ്തീനിലെ ഓൾമോസ്റ്റ് 10% പോപ്പുലേഷൻ മരണപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. പലസ്തീനിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ജനോസൈഡിനെ കുറിച്ച് അധികം ആരും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ലാത്ത രണ്ട് ആസ്പെക്ട്സുകളെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു വാറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പലരും കരുതുന്ന പോലെ ഇസ്രായേൽ പലസ്തീൻ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ഇത്. പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോസൈഡ് എന്ന് വേണം നമ്മൾ ഇതിനെ വിളിക്കാൻ. അതിന്റെ മെയിൻ റീസൺ എന്ന് ഞാൻ കരുതുന്നത്, പലസ്തീന് സ്വന്തമായിട്ട് ഒരു ആർമി ഇല്ല. അതേസമയം വേൾഡിലെ തന്നെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ആർമി എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ആർമി സ്വന്തമായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. എങ്കിലും നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ ഹമാസ് എന്ന ആംഡ് റെബലിയൻ ഗ്രൂപ്പുമായാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7 തുടങ്ങിയ ഈ ലേറ്റസ്റ്റ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇതുവരെ 42,000-ലധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 45%-ലധികവും കുട്ടികൾ മാത്രം. അധികം ആരും ചർച്ച ചെയ്ത് കണ്ടിട്ടില്ലാത്ത രണ്ട് ആസ്പെക്റ്റുകളാണ് ഈ പർട്ടിക്കുലർ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്, പലസ്തീനെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനോസൈഡിൽ ഇസ്രായേലിന് ആരാണ് ഇത്രയധികം വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയാണ് നമ്മുടെ സ്വന്തം രാജ്യം പോലും ഇസ്രായേലിന് പലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ വെപ്പൺസ് സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിന് ശേഷം ഫൺവെഞ്ചർ എന്നൊരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുന്ന ടൈമിൽ ചെന്നൈയിൽ നിന്നും ഇസ്രായേലിലെ ഹൈഫ എന്നൊരു പോർട്ട് ലക്ഷ്യമാക്കി ഒരു കപ്പൽ നീങ്ങിയിരുന്നെന്നും അത് സ്പെയിൻ എന്നൊരു രാജ്യം അവിടെ ഡോക്ക് ചെയ്യാനുള്ള റിക്വസ്റ്റ് ചെയ്ത സമയത്ത് നല്ല പെർമിഷൻ ഡിനേ ചെയ്തെന്നുമൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിക്കുന്ന ടൈമിൽ എനിക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വളരെ റീസെൻ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ടിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ജൂൺ 26 അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യ എക്സ്പോർട്സ് റോക്കറ്റ്സ് എക്സ്പ്ലോസീവ് ടു ഇസ്രായേൽ അമിത് ഗാസാവാർ ഡോക്യുമെന്റ്സ് റിവീൽ. ഇതായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. 2024 മെയ് 15 ബോർക്കം എന്ന് പറയുന്നൊരു കാർഗോ ഷിപ്പ് ചെന്നൈയിൽ നിന്നും ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. വെപ്പൺസ് കാർഗോവുമായിട്ട് പോയി ബോർക്കം എന്ന് പറയുന്ന ഷിപ്പ് സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഡോക്ക് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത ടൈമിൽ അവർ ആ റിക്വസ്റ്റ് ഡിനേ ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഈ ന്യൂസ് പുറത്തു വരുന്നത്. ആ ടൈമിൽ ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട് ഇസ്രായേലിലേക്ക് പോകുന്നൊരു ഷിപ്പ് സ്പെയിൻ പോലെ രാജ്യത്ത് എന്തിന് ഡോക്ക് ചെയ്യണം എന്നുള്ളതായിരുന്നു. അതിന്റെ റീസൺ ആയിട്ട് ഇപ്പോൾ ന്യൂസ് ആർട്ടിക്കിളിൽ വന്നിരിക്കുന്നത്, റെഡ് സീയില് ഹൂത്തീസിന്റെ അറ്റാക്ക് നടന്നിരുന്നതുകൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റ് കവർ ചെയ്തിട്ടാണ് ഇസ്രായേലിലോട്ട് ചെന്നൈയിൽ നിന്നും ഈ ഷിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റീഫ്യൂവലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് സ്പെയിൻ പോലൊരു രാജ്യത്തോട് ഈ ചെന്നൈയിൽ നിന്നും പുറപ്പെട്ട ഷിപ്പിന് ടെമ്പററി ഡോക്ക് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അന്ന് ആ പോഡ്കാസ്റ്റിൽ സംസാരിച്ച സമയത്ത് ഞാൻ കരുതിയിരുന്നത് ചെന്നൈയിൽ നിന്നും ഹൈഫ എന്ന പോർട്ട് ലക്ഷ്യമാക്കിയാണ് ഈ ഷിപ്പ് പോയിരുന്നതെന്നാണ്. എന്നാൽ ഗാസ സ്ട്രിപ്പിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റേഴ്സ് അകലെയുള്ള അഷ്ദോദ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു പോർട്ടിലേക്കായിരുന്നു ഈ ഷിപ്പ് പോയിരുന്നത്. അതുപോലെ തന്നെ ഈ വെപ്പൺസ് കാർഗോയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ന്യൂസ് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 20 ടണ്ണോളം വരുന്ന റോക്കറ്റ് എഞ്ചിൻസും 12.5 ടൺസോളം വരുന്ന റോക്കറ്റ് വിത്ത് എക്സ്പ്ലോസീവ് ചാർജസും 1500 കിലോളം 1.5 ടൺസോളം വരുന്ന എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസും 74 കിലോഗ്രാംസോളം വരുന്ന ചാർജസുമായിരുന്നു ഈ വെപ്പൺസ് കാർഗോയിൽ ഉണ്ടായിരുന്നത്. ബോർക്കം എന്ന് പറയുന്ന കാർഗോ ഷിപ്പ് ചെന്നൈയിൽ നിന്നും ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ഏകദേശം 1 വീക്കിന് ശേഷം, അതായത് മെയ് 22 കൂടിയാണ് മരിയാന ഡാനിക്ക എന്ന പേരിലുള്ള രണ്ടാമത്തെ ഒരു ഷിപ്പ് ചെന്നൈയിൽ നിന്നും ഇസ്രായേൽ ലക്ഷ്യമാക്കി പുറപ്പെടുന്നത്. ബോർക്കം എന്ന് പറഞ്ഞ ഷിപ്പ് അഷ്ദോദ് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയിരുന്നതെങ്കിൽ ചെന്നൈയിൽ നിന്നും രണ്ടാമത് പുറപ്പെടുന്ന മരിയാന ഡാനിക്ക ഇസ്രായേലിലെ ഹൈഫ എന്ന പോർട്ട് ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത്. ഇസ്രായേലിലെ ഹൈഫ പോർട്ട് എന്ന് പറയുന്നത് അദാനി പോർട്ട് ഹോൾഡിംഗ്സിനും ഏതാണ്ട് 50% ഓണർഷിപ്പ് ഉള്ള ഒരു പോർട്ടാണ്. ഇസ്രായേൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനോസൈഡിന് ഇന്ത്യയിൽ നിന്നുമുള്ള വെപ്പൺസ്, ആംസ് ആൻഡ് അമ്യൂണിഷൻസും ഉണ്ടെന്നുള്ളതിന്റെ ന്യൂസ് ആർട്ടിക്കിൾസ് പല സ്ഥലങ്ങളിൽ ഞാൻ വായിച്ചിരുന്നെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്യാൻ മാത്രമുള്ള സോൾഡ് എവിഡൻസോ അതിന് തക്കതായ വിഷ്വൽസോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല. ഗാസയിൽ യുണൈറ്റഡ് നേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നുസൈറത്ത് റെഫ്യൂജി ക്യാമ്പിൽ ജൂൺ 6 വന്നു വീണ ഒരു മിസൈലിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 18 പേരുടെയോളം ജീവൻ നഷ്ടമായ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ ഫയർ ചെയ്ത മിസൈലിന്റെ പ്രൊപ്പലന്റ് ഭാഗത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഒഫീഷ്യൽസോ ഏതെങ്കിലും കമ്പനികളോ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ലാത്ത ഈ ഒരു വിഷ്വൽസ് ആണ് അൽ ജസീറ പോലെയുള്ള ഇന്റർനാഷണൽ മീഡിയകൾ
ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ പോലും വെപ്പൺ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ കുറച്ചു മുന്നേ കണ്ട വീഡിയോയിൽ മിസൈലിന്റെ ബാക്ക് സൈഡിലായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിരിക്കുന്ന ആ പ്രൊപ്പല്ലന്റ് പോർഷൻ മേക്ക് ചെയ്തിരിക്കുന്നത് പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം, പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ടി ചൗധരി മാർച്ച് 31 ഒരു വീഡിയോ കോൺഫറൻസ് കോളിൽ "We have received the pending revenue from the Israel export order and this has shown an exponential jump in the revenue of the quarter" എന്ന് പറഞ്ഞതായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ "We are happy to announce that we have highest ever quarterly revenue" എന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇസ്രായേൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിഫൻസ് കമ്പനിയാണ് എൽബിറ്റ് സിസ്റ്റംസ്. അതുപോലെ തന്നെ അദാനി എന്റർപ്രൈസസിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്നത്. ഈ രണ്ട് കമ്പനികളും കൂടി ചേർന്നുള്ള ജോയിന്റ് വെഞ്ചർ ആണ് അദാനി എൽബിറ്റ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് കോംപ്ലക്സ്. ഈ കമ്പനി വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. എൽബിറ്റ് സിസ്റ്റംസ് എന്ന ഇസ്രായേൽ കമ്പനിയുടെ ഇസ്രായേലിന് പുറത്തുള്ള ഒരേ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റിയാണ് ഹൈദരാബാദിലുള്ള ഈ ഒരു അൺമാൻഡ് എയർ വെഹിക്കിൾ കോംപ്ലക്സ്. ഈ അൺമാൻഡ് എയർ വെഹിക്കിൾസ് എന്ന് ഇവർ മെൻഷൻ ചെയ്യുന്ന ഡ്രോൺസിനെയാണ്. പലസ്തീനിലെ റെഫ്യൂജി ക്യാമ്പുകളും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സെന്റേഴ്സും എല്ലാം അറ്റാക്ക് ചെയ്യുന്ന മിസൈലുകൾ മോസ്റ്റ് ഓഫ് ദി ടൈം വരുന്നത് ഹെർമിസ് 900 എന്നൊരു ഡ്രോണിൽ നിന്നാണ്. ഈ ഹെർമിസ് 900 എന്ന ഡ്രോൺ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഹൈദരാബാദിൽ ബേസ് ചെയ്തിട്ടുള്ള അദാനിയുടെയും എൽബിറ്റ് സിസ്റ്റത്തിന്റെയും ജോയിന്റ് വെഞ്ചർ ആയ UAV കോംപ്ലക്സ് എന്ന് പറയുന്നത്. അൽ ജസീറ കമന്റ് ചോദിച്ച ടൈമിൽ എൽബിറ്റ് സിസ്റ്റംസ് റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആയിട്ടില്ല. അറ്റ് ദ സെയിം ടൈം അദാനി എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി ഇസ്രായേലിലേക്ക് ഒരു സ്മോൾ കൺസൈൻമെന്റ് അയച്ചതായിട്ട് എഗ്രി ചെയ്യുന്നുമുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന റിപ്പോർട്ട് 28 ജൂണിൽ ഡെക്കാൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്ത ഒരു ആർട്ടിക്കിളാണ്. "ഇന്ത്യ ഈസ് ഫയറിംഗ് ദ എൻജിൻ ഓഫ് വാർ ഇൻ ഗാസ വൈൽ പ്രീച്ചിങ് പീസ്" എന്നാണ് ഇതിന് ടൈറ്റിൽ ഡെക്കാൻ ഹെറാൾഡ് കൊടുത്തിരിക്കുന്നത്. ഈ ആർട്ടിക്കിളിലാണ് ഞാൻ കുറച്ചു മുൻപേ സൂചിപ്പിച്ച ബോർക്കം എന്ന് പറയുന്ന ഷിപ്പും മരിയാന ഡാനിക്ക എന്ന് പറയുന്ന ഷിപ്പും ചെന്നൈയിൽ നിന്നും വെപ്പൺസ്, ആംസ്, അമ്യൂണിഷൻസ്, അതുപോലെ തന്നെ ഡ്രോൺസിന്റെ മോട്ടേഴ്സ്, മോട്ടോർ പ്രൊപ്പല്ലൻസ്, മിസൈൽ പ്രൊപ്പല്ലൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് അയച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൂലൈ 13 ദി വയർ റിപ്പോർട്ട് ചെയ്ത ആർട്ടിക്കിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. "What has India risked by exporting arms to Israel?" ഈ ഒരു ആർട്ടിക്കിൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതും ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് അയക്കുന്ന ആംസ് ആൻഡ് അമ്യൂണിഷൻസിന്റെ കാർഗോ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നതെന്നും. ഓഗസ്റ്റ് 2 ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് നമ്മളിപ്പോൾ കാണുന്നത്. "രാജ്നാഥ് urged to stop export of arms and ammunitions to Israel." ഏകദേശം 25 കൺസേൺഡ് സിറ്റിസൺസ് വിച്ച് ഇൻക്ലൂഡ്സ് ഫോർമർ ജഡ്ജസ്, ഡിപ്ലോമാറ്റ്സ്, ആക്ടിവിസ്റ്റ്, റൈറ്റേഴ്സ് ആൻഡ് എക്കണോമിസ്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗിന് അയച്ച ഒരു ലെറ്ററിനെ കുറിച്ചാണ് ഈ പർട്ടിക്കുലർ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നത്. ഓഗസ്റ്റ് 26 ഇന്ത്യൻ എക്സ്പ്രസിൽ റിപ്പോർട്ട് ചെയ്ത ആർട്ടിക്കിളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് NDA ഗവൺമെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ NDA ഗവൺമെന്റ് എന്ന് പറയുന്നത് BJPയും JDUവും TDPയും പിന്നെ മറ്റു പല സഖ്യകക്ഷികളും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് ആംസ്, അമ്യൂണിഷൻസ്, അതുപോലെ വെപ്പൺസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് അയക്കരുത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനൊപ്പമാണ് JDU പോലും നിലനിൽക്കുന്നത്. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇതുവരെ ഏകദേശം 42,000ഓളം ആൾക്കാർ മരിച്ചെന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എങ്കിലും ജൂലൈ 8 ലാൻസെറ്റ് എന്ന് പറയുന്ന ഒരു ജേണലിൽ പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിനെ കുറിച്ചുകൂടെ നമുക്ക് സംസാരിക്കാം. ഇവർ ഈ ആർട്ടിക്കിൾ മെയിൻ ആയിട്ട് പറയുന്നത് കോൺഫ്ലിക്ട് സോണുകളിൽ ഒരു ഡയറക്റ്റ് ഡെത്തിന് 3 to 5 ഇൻഡയറക്റ്റ് ഡെത്തുകൾ ഉണ്ടാകുന്ന. ഇൻഡയറക്റ്റ് ഡെത്ത്സ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ബിൽഡിങ്ങുകൾ തകർന്നു കിടക്കുമ്പോൾ അതിനടിയിൽ ജീവനോടെയുള്ള ആൾക്കാർ വീണ്ടും മരിക്കാം. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജ് ആവുന്നതുകൊണ്ട് ഫെസിലിറ്റി കിട്ടാത്ത ആൾക്കാർ മരിക്കാം. സച്ചാസ് ഹോസ്പിറ്റൽ ബെഡ്സ്, ICUs, ആംബുലൻസ്, ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡാമേജസുകൾ കൊണ്ടും ആൾക്കാർ മരിക്കാം. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈയിൽ വരുന്ന ഡിസ്ട്രക്ഷൻ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡെത്ത്സുകൾ കാരണം ഒരു ഡയറക്റ്റ് ഡെത്തിന് 3 to 15 ഇൻഡയറക്റ്റ് ഡെത്ത്സുകൾ ഉണ്ടാകാമെന്നാണ് ലാൻസെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ജേണൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ഡയറക്റ്റ് ഡെത്തിന് 4 ഇൻഡയറക്റ്റ് ഡെത്തുകൾ ഉണ്ടായാൽ തന്നെ ഏകദേശം 2 ലക്ഷത്തിൽ താഴെ മരണങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടാവാമെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ 2023 ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇതുവരെ പലസ്തീനിലെ ഓൾമോസ്റ്റ് 10% പോപ്പുലേഷൻ മരണപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. സെക്കൻഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്ന അടുത്ത വീഡിയോയിൽ ചെയ്യാം, മറക്കാതെ അത് കാണുക. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ്, തോട്ട്സ്, എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ പാർട്ട് 2 കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.